നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷമായിരിക്കുമായിരുന്നു. കാരണം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ ഭരണകൂടത്തിനെതിരെ ഒട്ടനവധി തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിഘടനവാദ സംഘടനകളെല്ലാം ഇപ്പോൾ കനത്ത ആക്രമണം പാകിസ്ഥാന്റെ ഉള്ളിൽ നടത്തുന്നുണ്ട്. ഈ ആക്രമണങ്ങളെല്ലാം പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത ആൾനാശമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായത് എന്ന് തന്നെ പറയാം. കണക്കുകൾ പരിശോധിച്ചാൽ പാകിസ്ഥാൻ അതിഭീകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ സംഘടനകളുടെ ആക്രമണം ഏറ്റുവാങ്ങുന്നു. തീർച്ചയായും പാകിസ്ഥാന്റെ ഉള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഈ വിഘടനവാദത്തിന് കാരണം. ബലൂചിസ്ഥാൻ പോലെയുള്ള പ്രവിശ്യകളിൽ വലിയ രീതിയിലുള്ള പിന്നോക്കാവസ്ഥയുണ്ട്. അവിടെ വിഭവങ്ങൾ തുല്യമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സ്വയംഭരണ അധികാരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ജനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംഘർഷത്തിലാണ്. ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ പോലെയുള്ള പ്രവിശ്യകളിലും വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. ഈ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാക് താലിബാൻ എന്നറിയപ്പെടുന്ന സംഘടനയാണ്. ഈ പാക് താലിബാൻ എന്ന് പറയുന്ന സംഘടന അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ ഭരണകൂടം പിന്തുണ കൊടുക്കുന്ന ഭീകര സംഘടനയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണത്തെ താലിബാൻ ഭരണകൂടം തള്ളിക്കളയുകയാണ്. പേരിൽ മാത്രമാണ് സാമ്യമുള്ളത്. പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനം അതിന് ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് താലിബാൻ ഭരണകൂടം അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനെയല്ല പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പാകിസ്ഥാൻ ആരോപിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ അഫ്ഗാനിസ്ഥാനാണെന്നും അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് വ്യോമാക്രമണവും മറ്റും നടത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. അതിലേറ്റവും ഒടുവിലത്തെ വ്യോമാക്രമണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി നടന്ന വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് അതുപോലെ തന്നെ കുണാർ പക്തിക പ്രവിശ്യകളിലാണ് പാകിസ്ഥാൻ വ്യോമസേന വ്യോമാക്രമണം നടത്തിയത്, ബോംബിംഗ് നടത്തിയത് എന്നാണ് സൂചന. ഇവിടെ ഈ ആക്രമണത്തിൽ 11 കുട്ടികളടക്കം 13 പേർ മരിച്ചെന്നും 14 പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. എന്തായാലും പാകിസ്ഥാൻ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പക്ഷേ വ്യോമാക്രമണം നടന്നുവെന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നുമുണ്ട്. ഇതിന് പ്രകോപനം സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ പാകിസ്ഥാനിലെ ഒരു മിലിറ്ററി പോസ്റ്റ് ആക്രമിക്കപ്പെട്ടതാണ് എന്നാണ് വിവരം. ആ മിലിറ്ററി പോസ്റ്റ് ആക്രമിച്ചത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനാണെന്നും ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ പ്രവിശ്യകളിലാണ് നടക്കുന്നത് എന്നും ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ആക്രമണം അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ വ്യോമസേന നടത്തുന്നത്. നേരത്തെയൊക്കെ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് വലിയ തിരിച്ചടിയൊന്നും നൽകാൻ അഫ്ഗാനിസ്ഥാന് കെൽപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അവർ അതിർത്തി പ്രദേശങ്ങളിൽ ആഞ്ഞടിക്കുമായിരുന്നു. അതിർത്തി ഔട്ട് പോസ്റ്റുകളെല്ലാം തകർത്ത് കനത്ത ആക്രമണം അവർ നടത്തുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും വ്യോമാക്രമണം നടത്തി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പാകിസ്ഥാന്റെ ആക്രമണ സമയത്ത് അതിന് തിരിച്ചടിയായി അഫ്ഗാനിസ്ഥാൻ ഡ്രോണുകളും മറ്റും ഉപയോഗിച്ച് പാകിസ്ഥാൻ നഗരങ്ങളിൽ ഇസ്ലാമാബാദിന് അടുത്ത് വരെയുള്ള നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് പോവുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുമായി മധ്യസ്ഥ ശ്രമമുണ്ടായി. എന്നാൽ ഈ അടുത്ത കാലത്ത് ആ മധ്യസ്ഥ ശ്രമം പാളുകയും വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി ചൈന ഇക്കാര്യത്തിൽ ഇടപെടുകയും രണ്ട് രാജ്യങ്ങളും സംയമനം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്തു. ചൈനയുടെ മധ്യസ്ഥതയിൽ ഇരു രാജ്യങ്ങളും താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറായിരുന്നതുമാണ്. ഈ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. തങ്ങൾ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയെന്ന് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സംഘർഷം കൂടുതൽ തലത്തിലേക്ക് വ്യാപിക്കുമെന്നുറപ്പാണ്. ശക്തമായ തിരിച്ചടിക്ക് അഫ്ഗാനിസ്ഥാന് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അത് ചെയ്യുമെന്നും അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരുന്നു. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ തന്ത്രപരമായ ചില നയതന്ത്ര ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഈ ബന്ധം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പാകിസ്ഥാനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ അഫ്ഗാനിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത് ഇന്ത്യയാണെന്നും അഫ്ഗാനിസ്ഥാന് ഇന്ത്യ അതിനുവേണ്ട എല്ലാ സഹായവും നൽകുകയാണെന്നും പാകിസ്ഥാൻ നേരത്തെ ആരോപിച്ചിരുന്നു.
അഫ്ഗാനിസ്ഥാന് വ്യോമാക്രമണം നടത്താൻ ഡ്രോണുകൾ എവിടെ നിന്ന് ലഭിച്ചുവെന്നും പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നതാണ്. പാകിസ്ഥാനിൽ അസ്ഥിരതയുണ്ടാക്കാൻ താലിബാൻ ഭരണകൂടം ശ്രമിക്കുകയാണ് എന്ന് പാക് ഭരണകൂടവും ആരോപിക്കുന്നുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം നടക്കുന്നതിനിടയിലാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും നടക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. ആ സംഘർഷത്തിന് അയവ് വരുന്നില്ല. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും ഇപ്പോഴും സംഘർഷ സാധ്യത നിൽക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി മേഖലയിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലടിക്കുന്നത്. ഈ മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്നതും കൂടുതൽ രാജ്യങ്ങൾ സംഘർഷത്തിലേക്ക് പോകുന്നതും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയുമാണ്.